നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. ഈ നമ്പറിൽ 04842830 പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും വാട്സാപ്പിലും അയക്കാം. ഈ നമ്പറിൽ 6235968937. അപ്പോൾ നമ്മൾ ആദ്യ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ എക്സൈസ് പിടികൂടിയ യുവാവ് MDMA വിഴുങ്ങിയതായി സംശയം. താമരശ്ശേരി അരയത്തുംചാലിൽ സ്വദേശി ഫായിസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇയാൾ എക്സൈസിനെ കണ്ട് ഇയാൾ എക്സൈസിന്റെ പിടിയിലായ ശേഷം കയ്യിലുണ്ടായിരുന്ന MDMA വിഴുങ്ങി എന്നാണോ നമ്മൾ കരുതുന്നത്? അതിലെന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? വിജയകുമാർ, ചെറിയൊരു തിരുത്തുണ്ട്. എക്സൈസ് അല്ല, ഇയാൾ വീട്ടിൽ ബഹളം വെക്കുകയായിരുന്നു. അമ്മയെയും ഭാര്യയെയും ചെറിയ കുഞ്ഞിനെയും കൊല്ലുമെന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം വെച്ചു. ഈ ബഹളം വെച്ച സമയത്ത് നാട്ടുകാർ ഈ ബഹളം കേട്ട് വീട്ടിലെത്തുകയായിരുന്നു. തുടർന്ന് താമരശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചു. നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ MDMA വിഴുങ്ങി എന്ന ഒരു സംശയം നാട്ടുകാർ തന്നെയാണ് പ്രകടിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് ഞാനിപ്പോൾ ഉള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഈ ആളെ, അതായത് താമരശ്ശേരി അരയത്തുംചാലിൽ സ്വദേശി ഫായിസ് ആണ് MDMA വിഴുങ്ങി എന്ന ഒരു സംശയമുള്ളത്. ആദ്യം ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത്. പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംശയമാണ് വിഴുങ്ങിയെന്ന് ഈ പോലീസിന് കൈമാറുന്നതിനിടയിൽ നാട്ടുകാർ ഈ ഫായിസിനെ പിടികൂടി പോലീസിന് കൈമാറുന്നതിനിടയിൽ ഇത്തരത്തിൽ പോക്കറ്റിൽ നിന്നും എന്തോ ഒരു സാധനം എടുത്ത് ഈ ഫായിസ് കഴിക്കുന്നതായി നാട്ടുകാർ സംശയം പറയുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രി എത്തിച്ചത്. കൂടുതൽ പരിശോധനയ്ക്കായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ പരിശോധനയിൽ മാത്രമേ ഇത്തരത്തിൽ MDMA വിഴുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. താമരശ്ശേരിയിൽ തന്നെയാണ് ഇതിനു മുൻപ് പോലീസിനെ കണ്ട് ഷാനിദ് എന്ന യുവാവ് MDMA കഴിക്കുകയും പിന്നീട് മരണമടയുകയും ഒരു സംഭവം ഉണ്ടായത്. മാത്രമല്ല, താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഇപ്പോൾ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഡൻസാഫിൻ്റെയും എല്ലാം പ്രത്യേക ടീം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വളരെ വ്യാപകമായി ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് ഉപയോഗിക്കുന്നു. കഞ്ചാവിന് അടിമപ്പെട്ട് അക്രമ സംഭവങ്ങൾ നടത്തുന്നു. ആഷിക്കുണ്ട്, അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം യാസിർ. ഇത്തരമുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ കോഴിക്കോട് ടൗണിൽ വെച്ച് ഒരു പ്രതിയെ പിടിക്കുകയുണ്ടായി. ആ പ്രതി താമരശ്ശേരിയിൽ MDMA വിൽക്കുന്ന പ്രധാന സംഘത്തിലെ ഒരാളാണ്. 58 ഗ്രാം MDMA ആയിരുന്നു അയാളിൽ നിന്നും പിടികൂടിയിട്ടുണ്ടായിരുന്നത്. മസ്താൻ എന്നാണ് വിളിപ്പേരി താമരശ്ശേരിയിൽ ആ പ്രതി അറിയപ്പെടുന്നത്. ആ പ്രതി ഈ നേരത്തെ ഉമ്മയെ കൊന്ന ആഷിക്കിൻ്റെ ഉറ്റ സുഹൃത്താണ്. താമരശ്ശേരിയിൽ അടുത്തിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളെല്ലാം ഈ പ്രതിക്ക് ബന്ധമുണ്ട് എന്ന് എക്സൈസിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾ എക്സൈസിൻ്റെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൂടിയാണ് ഈ മസ്താൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം എന്നത് ഇത്തരത്തിൽ ബഹളം വെച്ച് നാട്ടുകാർ പിടികൂടിയ ഇയാളെ പോലീസിന് കൈമാറുന്നതിനിടയിലാണ് ഇത്തരത്തിൽ MDMA വിഴുങ്ങിയോ എന്ന ഒരു സംശയമുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിശദ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വിജയകുമാർ, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരം ലഹരി വാർത്തകൾ വരുമ്പോൾ വാഹന പരിശോധന നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന് വാഹനമില്ല എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. വാഹന പരിശോധനയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ടതാണല്ലോ. മലപ്പുറം തിരൂരങ്ങാടി സബ് RT ഓഫീസിൽ വാഹനമില്ലാതായിട്ട് 2 ആഴ്ചയാകുന്നു. 15 വർഷം കഴിഞ്ഞ് സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് സബ് RT ഓഫീസിലെ വാഹനം ഒഴിവാക്കിയത്. വാഹനവുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങൾക്കും മോട്ടോർ വാഹന വകുപ്പ് വേണം. തിരൂരങ്ങാടിക്കാർക്കും സ്വന്തമായി ഒരു മോട്ടോർ വാഹന വകുപ്പുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തമായി ഒരു വാഹനമില്ല. തിരൂരങ്ങാടി സബ് RT ഓഫീസിൽ 15 വർഷം ഉപയോഗിച്ച വാഹനം കാലാവധി കഴിഞ്ഞ് കട്ടപ്പുറത്തായി. ഈ മാസം 7-ാം തീയതി മുതലാണ് വാഹനം ഉപയോഗിക്കാൻ പറ്റാതായത്. വാഹനമില്ലാതെ 2 ആഴ്ച പിന്നിടുമ്പോഴും പുതിയ വാഹനം എത്താത്തതാണ് പ്രതിസന്ധിയായത്. ടാക്സി ഇനത്തിലും മറ്റുമായി അധിക വരുമാനമുള്ള മലപ്പുറം ജില്ലയിൽ ഏറ്റവും തിരക്കുള്ള ഓഫീസുകളിൽ ഒന്നാണ് തിരൂരങ്ങാടി സബ് RT ഓഫീസ്. വാഹനമില്ലാതായതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഏറെ ദുരിതത്തിലാണ്. അടിയന്തരമായി വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട CPIM-ഉം യൂത്ത് ലീഗും ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി. സ്വന്തമായി വാഹനമില്ലാത്തത് മൂലം ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലത്തോ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ ഗ്രൗണ്ടിലോ എത്താൻ
ഉദ്യോഗസ്ഥർ ഏറെ പ്രയാസപ്പെടുകയാണ്. കൂടാതെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ അതത് പോലീസ് സ്റ്റേഷനുകളിലെത്തി പരിശോധിക്കാനും കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്കും ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ആഘോഷവേളകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ നിരത്തുകൾ അപകടരഹിതമാക്കാൻ വാഹന പരിശോധന കർശനമാക്കാനും ഉദ്യോഗസ്ഥർക്ക് വാഹനമില്ലാത്ത അവസ്ഥയാണ്. മോട്ടോർ വാഹന വകുപ്പിന് വാഹനമില്ലെന്ന് പറയുമ്പോൾ പൊതുജനം കളിയാക്കുകയാണ്. നിയമലംഘനത്തിനാണെങ്കിലും തങ്ങളുടെ മേൽ ചുമത്തുന്ന പിഴ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്യാമറാമാൻ അബിദ് കല്ലായ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് നമ്മൾ മലപ്പുറത്തെത്തുമ്പോൾ അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന സംഘർഷം കത്തിക്കുത്തിലാണ് കലാശിച്ചത്. മലപ്പുറം താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. തലയ്ക്കു പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്കൂളിലെ 10ാം ക്ലാസ് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഈ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്നത്തെ SLC പരീക്ഷയ്ക്ക് ശേഷമാണ് സ്കൂളിൽ സംഘർഷമുണ്ടായത്. കൃത്യമായ ആസൂത്രണത്തോടെ എത്തിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. 15 വയസ്സ് മാത്രം പ്രായമായ കുട്ടികൾ. സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആദ്യത്തെ സംഭവമല്ല. 9ാം ക്ലാസ് മുതൽ സ്കൂളിലെ ഒരു കൂട്ടം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളും മലയാളം മീഡിയം വിദ്യാർത്ഥികളും തമ്മിൽ നിലനിൽക്കുന്ന വൈരാഗ്യമാണ് കത്തിക്കുത്തിലെത്തിയത്. SSLC പരീക്ഷ ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ അധ്യാപകരെല്ലാം മറ്റു സ്കൂളുകളിലാണ്. ഈ വിദ്യാർത്ഥികൾ ചോര ഒലിപ്പിച്ചു നിൽക്കുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ കണ്ടത്. ഇടയ്ക്കിടെ സ്കൂളിൽ വെച്ച് സംഘങ്ങളായി ഇവർ ചേരിതിരിഞ്ഞ് അടികൂടിയിരുന്നു. പരീക്ഷയ്ക്ക് മുൻപും സംഘർഷമുണ്ടായി. അന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി സ്വമേധയാ TC വാങ്ങി പിന്നീട് പോയെങ്കിലും മറ്റെവിടെയും സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തിരികെ സ്കൂളിലേക്ക് തന്നെ എത്തി. SSLC പരീക്ഷ എഴുതാൻ മാത്രമാണ് പിന്നീട് അനുവദിച്ചത്. ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞ ഉടനെ സംഘടിക്കുകയും ഈ വിദ്യാർത്ഥി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു. ഒരാള് അതിനോടി അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണിയാണ്. അപ്പം അങ്ങനെ കത്തി ഉണ്ടാക്കാൻ മുമ്പ് അതേമാതിരി കുറേ കാലമായി പ്രശ്നങ്ങളായിട്ട്. പെരിന്തൽമണ്ണ പോലീസ് 2 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. ആക്രമിച്ച ഒരാളെ കൂടി പിടികൂടാനുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ പ്രധാന അധ്യാപകനോട് റിപ്പോർട്ട് തേടി. വിദ്യാർത്ഥികളുടെ പരിക്ക് സാരമുള്ളതാണെങ്കിലും ഗുരുതരമല്ല. 1 വർഷത്തോളം നീണ്ട പകയും വൈരാഗ്യവുമാണ് ഈ കത്തിക്കുത്തിൽ അവസാനിച്ചത്. വലിയ ബോധവൽക്കരണവും ഒപ്പം കർശനമായ നടപടികളും സ്കൂളുകളിൽ നടപ്പാക്കേണ്ടതുണ്ട്. വിപിൻ C വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കണ്ണൂർ നാടുകാണിയിൽ 1 വർഷം മുൻപ് പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഫാരി പാർക്കിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, എന്തായി എന്ന് നമുക്ക് പരിശോധിക്കാം. 3 മാസത്തിനുള്ളിൽ പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു സ്ഥലം MLA MV ഗോവിന്ദന്റെ പ്രഖ്യാപനം. 300 കോടി ആവശ്യമാണെന്ന് കരുതുന്ന പദ്ധതിക്കായി സർക്കാർ ഇതുവരെ 2 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയത്. അനന്തമായി നീളുന്ന പദ്ധതികളുടെ പട്ടികയിലേക്ക് സഫാരി പാർക്കും ഉൾപ്പെടുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മൃഗശാല ഒരുങ്ങുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ള 300 ഏക്കറിലാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അനിമൽ സഫാരി പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡനും ഒരുങ്ങുന്നത്. കൊട്ടിഘോഷിച്ചു പ്രഖ്യാപിച്ച നാടുകാണിയിലെ സഫാരി പാർക്കിനു വേണ്ടി തെരഞ്ഞെടുത്ത പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 300 ഏക്കർ ഭൂമിയാണിത്. കൂടുകളിലല്ലാതെ സ്വാഭാവിക വനാന്തരീക്ഷത്തിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വിഹരിക്കാൻ കഴിയുന്നിടം, ഒപ്പം ബൊട്ടാണിക്കൽ ഗാർഡനും മ്യൂസിയവും അടങ്ങുന്ന 256 ഏക്കറിലെ സഫാരി പാർക്ക് 1 വർഷം മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതി അങ്ങനെയാണ്. ഭൂമി അടിയന്തരമായിട്ടും കൈമാറാൻ 3 മാസത്തെ സമയമാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ ഒരു വലിയ വികസന പ്രവർത്തനം തളിപ്പറമ്പ് മണ്ഡലത്തിൽ വരാൻ പോകും. വളരെ വേഗം തന്നെ തുടങ്ങും. 1 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതിക്ക് എന്തു സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ ജീവൻ പോലും വെച്ചിട്ടില്ല എന്നതാണ് ഉത്തരം. പ്രാരംഭ പ്രവർത്തികൾക്കായി 2024 ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇവിടെ എന്ത് പ്രാരംഭ പ്രവർത്തികളാണ് ഇതുവരെ ആരംഭിച്ചത്?
പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതാണ് പ്രാരംഭ നടപടി. 2024 ഫെബ്രുവരിയിൽ 2 കോടി രൂപ അനുവദിച്ച് 2025 ഫെബ്രുവരിയും കഴിഞ്ഞു മാർച്ച് മാസത്തിലെത്തിയിട്ടും DPR തയ്യാറാക്കുന്ന പ്രാരംഭ നടപടി പോലും പൂർത്തിയായിട്ടില്ല. നിലവിൽ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഭൂമി മൃഗശാല വകുപ്പിന് കൈമാറാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സംസ്ഥാനത്തെ സ്വപ്ന പദ്ധതിക്കായി കണ്ടുവച്ച ഭൂമി ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. മൂന്ന് മാസം കൊണ്ട് സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ തുടങ്ങുമെന്നാണ് 2024 ഫെബ്രുവരിയിൽ സ്ഥലം MLA ആയ MV ഗോവിന്ദൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ആവേശകരമായി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പിന്നീട് നടപടിക്രമങ്ങളുടെ ചുവപ്പ് നാടയിൽ കുരുങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് എന്ന രീതിയിൽ വിഭാവനം ചെയ്ത നാടുകാണിയിലെ പദ്ധതിയും അങ്ങനെ ആവാതിരിക്കട്ടെ. സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. കണ്ണൂർ നാടുകാണിയിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. തൃക്കാക്കരയിൽ വീണ്ടും മസ്തിഷ്ക ജ്വരം എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, നേരത്തെ 1-2 സ്കൂൾ കേന്ദ്രീകരിച്ച് ഈ രോഗം വ്യാപകമായിരുന്നു. നിരവധി കുട്ടികൾക്ക് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകുകയും ചെയ്തു. അതേ സ്കൂളിൽ തന്നെയാണോ ഈ 1-ാം ക്ലാസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന? ആ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? വിജയകുമാർ, തൃക്കാക്കരയിലാണ് ഇത്തവണ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ രോഗം സ്ഥിരീകരിച്ച സ്കൂളിലല്ല ഇത്തവണ പുതുതായി രോഗം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കുട്ടി, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ, അതായത് തലവേദനയാണ് ആദ്യം കണ്ടെത്തിയത്. രക്ഷിതാക്കളെ വിളിച്ച് കുട്ടിയെ ഒപ്പം അയക്കുകയായിരുന്നു. തുടർന്ന് കാക്കനാട്ടെ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ വിദഗ്ധ പരിശോധനകൾക്കായിട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് രോഗം തിരിച്ചറിയുകയും കുട്ടിയെ ICUവിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തേടുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. നിലവിൽ ആ പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ മറ്റുള്ളവർക്ക് രോഗലക്ഷണങ്ങളുണ്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് രോഗലക്ഷണങ്ങളുണ്ടോ എന്നതിൽ പരിശോധന നടത്തിയിരുന്നു. അത്തരത്തിൽ പുതിയ കേസുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. നിലവിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് ഇപ്പോൾ വീണ്ടും കാക്കനാട് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് തൃക്കാക്കരയാണ്. നേരത്തെ കളമശ്ശേരിയിലായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. ഈ തൃക്കാക്കര കളമശ്ശേരി മേഖലകളിൽ രോഗവ്യാപനം ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ സംശയിച്ചിരുന്നു. ഇത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു. കുട്ടി ചികിത്സയിലാണ്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജനകീയ ജനാധിപത്യ വാർത്താ മണിക്കൂർ തുടരുകയാണ്. സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കങ്ങളെ അതിജീവിച്ച് ആശമാരുടെ സമരം 40-ാം ദിവസത്തിൽ. ഇന്നലെ മുതൽ നിരാഹാര സമരം തുടങ്ങിയ ആശമാർക്ക് പൊതു പിന്തുണ ഏറുകയാണ്. ആശമാരുടെ സമരത്തിന് പിന്നിൽ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയമെന്നാണ് CPM-ന്റെ ആരോപണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം 40-ാം ദിവസത്തിൽ. 2 ദിവസമായി തുടരുന്ന നിരാഹാര സമരം. എന്നിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ തീരുന്നില്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, ഷീജ R, തങ്കമണി എന്നിവർ 2 ദിവസമായി നിരാഹാര സമരത്തിലാണ്. കനത്ത ചൂടിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നിട്ടും സമരക്കാരുടെ ആവശ്യങ്ങൾ കണ്ട മട്ടില്ല സർക്കാരിന്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയിട്ടും ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താതെ മടങ്ങിയതും ഇന്ന് വിവാദങ്ങൾക്ക് തിരികൊളുത്തി. മന്ത്രി പറഞ്ഞു എന്തെന്ന് ഇന്നത്തെ പത്രത്തിൽ കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടി അത് എത്രയാണെന്ന് അറിഞ്ഞാൽ ഉടനെ നടപടി എടുക്കുമെന്നാണ്. കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓണറേറെ ഇവിടെ കൂട്ടാനുള്ളത് എന്താണെന്നുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയത് നാടകമെന്നായിരുന്നു മുൻ കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രസ്താവന. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂബൻ സംഘത്തിൻ്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഡൽഹി യാത്ര, ആ ഡൽഹി യാത്രയുടെ വസ്തുതകൾ ജനങ്ങൾ അറിഞ്ഞതിൻ്റെ ജാള്യതയിലാണിപ്പോൾ CPM-ഉം സംസ്ഥാനത്തെ സർക്കാരും.
വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരണവുമായി രംഗത്തെത്തി. അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയെങ്കിൽ അതൊരു ശരിയായ സമീപനം അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്. ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. അതേസമയം ആരോഗ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്ന നിലപാടിൽ സമരസമിതിയും ആശാവർക്കർമാരും ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി യാത്ര കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് വീണ ജോർജ്. ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ തെറ്റാണോ? യാത്രയ്ക്ക് മുമ്പേ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടി നൽകിയ കത്തിന്റെ വിശദാംശങ്ങളും വീണ ജോർജ് പുറത്തുവിട്ടു. കത്തിന് മറുപടി ലഭിച്ചില്ലെന്ന് വീണ ജോർജ് പ്രതികരിക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നത് താൻ അറിഞ്ഞില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും വിശദീകരിച്ചു. കുറച്ചധികം സ്ത്രീകളുടെ നിശ്ചയദാർഢ്യത്തിൽ, ആത്മവിശ്വാസത്തിൽ, നിലപാടുകളിലുള്ള വ്യക്തതയിൽ സർക്കാർ പ്രതിസന്ധിയിലാകുന്നുണ്ട്. പ്രതിപക്ഷത്തിന് പോലും അടുത്തിടെ സാധിക്കാതിരുന്ന സമരം കൂടിയാണ്. പക്ഷേ പരിഹാരം എന്നുണ്ടാകും? അത് തന്നെയാണ് ചോദ്യം. ടീം 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോഴൊരു വാർത്ത വരുന്നത് മലപ്പുറം കൊണ്ടോട്ടിയിൽ 50 കിലോ കഞ്ചാവ് പിടികൂടിയെന്നാണ്. പെങ്ങോട് ഒരാളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇത്രയും വലിയ ശേഖരം. 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി മലപ്പുറത്തു നിന്ന് വരുന്നുണ്ട്. ആ വാർത്ത അല്പസമയത്ത് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. നിക്ഷേപ മേളകളുടെ ഭാഗമായി കേരളത്തിലെത്തിയ സ്വകാര്യ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയ INTUC പഴവർഗ്ഗങ്ങളുടെ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്ന എറണാകുളം മരടിലെ ഏതൻ എന്ന കമ്പനിയിലാണ് INTUC പ്രവർത്തകരെത്തി പ്രതിഷേധിച്ചത്. പൂർണ്ണമായും യന്ത്രസഹായത്താൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ കയറ്റിറക്കം തങ്ങൾക്ക് നേരിട്ട് ചെയ്യണം എന്നാണ് ട്രേഡ് യൂണിയന്റെ ആവശ്യം. പൂർണ്ണമായും യന്ത്രസഹായത്താൽ ലോഡിംഗ് നടക്കുന്ന ഈ കമ്പനിയിലാണ് ഇന്ന് INTUC പ്രവർത്തകരെത്തി പ്രതിഷേധിച്ചത്. തങ്ങൾ തന്നെ ഇവിടെ സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ നമ്മുടെ അധികാരികൾ പെടാപ്പാടുപെടുമ്പോഴാണ് ചില ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. 2 മാസമേ ആയുള്ളൂ ഏതൻ എന്ന പഴവർഗ്ഗങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന കമ്പനി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. എന്നാൽ തുടക്കം തൊട്ട് INTUC യൂണിയന്റെ അംഗങ്ങൾ എന്ന് പറയുന്നവർ കമ്പനിയിൽ ഓരോ ആവശ്യങ്ങൾക്കായി എത്തിത്തുടങ്ങി. പൂർണ്ണമായും യന്ത്രസഹായത്താലാണ് വിവിധയിനം പഴവർഗ്ഗങ്ങളുടെ കയറ്റിറക്കങ്ങൾ. എന്നാൽ തങ്ങൾക്ക് തന്നെ നേരിട്ട് ലോഡിംഗ് ചെയ്യണമെന്നാണ് യൂണിയന്റെ ആവശ്യം. അൺലോഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ INTUCയുടെ ആൾക്കാർ വന്നിട്ട് നമ്മളോട് അൺലോഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾക്ക് വണ്ടിയെല്ലാം റീഫറിന്റെ വെളിയിലോട്ട് എടുക്കാനും അങ്ങനെ പറഞ്ഞ് കുറച്ച് തർക്കമുണ്ടായി. അതിനുശേഷം ഞങ്ങൾ അവർ പറഞ്ഞു, കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരു വണ്ടി വെളിയിലോട്ടാക്കിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് പിന്നെ പോലീസ് വന്ന് സംസാരിച്ചു. പിന്നെ അവസാനം അവർ നമ്മുടെ ഈ ഫെസിലിറ്റിക്ക് അകത്തേക്ക് കയറി വന്നു. നമ്മുടെ അനുവാദം ഇല്ലാതെ അവർ അകത്തേക്ക് കയറി വരികയും നമ്മളോട് വളരെ ചൂടായി സംസാരിക്കുകയും ചെയ്തു. കമ്പനിയുടെ ഉള്ളിലേക്ക് യൂണിയൻ പ്രവർത്തകർ അതിക്രമിച്ച് കയറുകയും ജീവനക്കാരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. യന്ത്രങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ കയറ്റിറക്കുവാനുള്ള കോടതി ഉത്തരവ് ഏതൻ കമ്പനിക്കുണ്ട്. ആദ്യത്തെ കണ്ടെയ്നർ ഇപ്പോ ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അവർ വന്നിട്ട് അവരുടെ ഡിമാൻഡുകളൊക്കെ ഉന്നയിച്ചു. പക്ഷെ നമുക്ക് ഓൾറെഡി ഇതിന്റെ എഗൻസ്റ്റ് കോർട്ട് ഓർഡർ എടുത്തിട്ടുണ്ട്. ആ കോർട്ട് ഓർഡറിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ശാന്തമായി നമ്മൾ അവരെടുത്ത് പറഞ്ഞു ബോധിപ്പിച്ചിരുന്നതാണ്. ഹൈലി മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർക്ക് ലിഫ്റ്റും നമുക്ക് ഈ നമ്മുടെ വെയർഹൌസ് ഒക്കെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒരു മാനുവൽ ഇന്റർഫിയറൻസിന്റെ ആവശ്യം ഇല്ലാത്തതിനാൽ ആണ് അവർക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ള രീതിക്ക് നമ്മൾ അവരെ പറഞ്ഞു ധരിപ്പിച്ചു. അവർ വന്ന് കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതുമാണ്. കുറഞ്ഞ താപനിലയിലാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നീട് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്ക് ഇവ വിൽപ്പനയ്ക്ക് നൽകും. ബോംബെയിൽ നിന്നും സുഗമമായി വ്യാപാരം നടത്തുന്നതിനിടയിലാണ് കേരളത്തിൽ കൂടി ബ്രാഞ്ച് തുടങ്ങാൻ കമ്പനി എത്തുന്നത്. അതിനിടയിൽ തൊഴിലാളി പ്രശ്നങ്ങളും വന്നു തുടങ്ങി. പോലീസ് ഇടപെട്ടാണ് ഇന്ന് പ്രതിഷേധക്കാരെ കമ്പനിയിൽ നിന്ന് മാറ്റിയത്.
സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും തങ്ങൾക്കുണ്ടാവുമെന്ന് കമ്പനി അധികൃതർ മുൻപ് പ്രതീക്ഷിച്ചിരുന്നു. ഈ നാട് വ്യവസായ സൗഹൃദമാണ് എന്ന് നമ്മുടെ നിക്ഷേപകരെ എല്ലാം ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അധികാരികൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് കൂടിയുള്ളതാണ്. ക്യാമറാമാൻ മാഹിൻ ജാഫറിനും സാരഥി പ്രണവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പാലക്കാട് കുളപ്പുള്ളിയിൽ കയറ്റിറക്ക് യന്ത്രത്തെ ചൊല്ലി CITUവും വ്യാപാരികളും നേർക്കുനേർ. തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള CITUവിന്റെ കുടിൽകെട്ടി സമരത്തിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടയടച്ചു പ്രതിഷേധിച്ചു. കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിലാണ് കയറ്റിറക്ക് യന്ത്രത്തെ ചൊല്ലി തൊഴിൽ തർക്കം രൂക്ഷമാകുന്നത്. യന്ത്രസാമഗ്രികൾ, അതായത് കയറ്റിറക്ക് യന്ത്രം വന്നു കഴിഞ്ഞാൽ ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകും. ഇത് ഒരു വസ്തുതയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനമുടമ ഒരു യന്ത്രസാമഗ്രി, കയറ്റിറക്ക് യന്ത്രസാമഗ്രി നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇതോടുകൂടി പ്രശ്നങ്ങൾ തുടങ്ങി. CITU കുടിൽകെട്ടി സമരം ആരംഭിച്ചു. 4 ദിവസമായി കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ CITU ചുമട്ടുതൊഴിലാളികൾ കുടിൽകെട്ടി സമരം നടത്തി വരികയാണ്. യന്ത്രസാമഗ്രികളുടെ സഹായത്താൽ കയറ്റിറക്ക് ജോലി നടത്തുന്നതിനാൽ തൊഴിൽ ലഭിക്കുന്നില്ല എന്നാരോപിച്ചാണ് CITU സമരം. അന്ന് നിലവിലുണ്ടായിരുന്ന കൂലിയുടെ പകുതി കൂലിക്ക് നമ്മൾ ഇവിടെ കയറ്റിറക്ക് ചെയ്യാമെന്നുള്ള ഒരു കരാറുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ തൊഴിലെടുത്ത് വന്നിരുന്നത്. ആ തൊഴിലെടുക്കുന്ന ഇതിൽ നിന്നും പെട്ടെന്ന് ഞങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അയാളുടെ അടുത്ത് നിന്നുണ്ടായത്. സമരത്തിന് പിന്നോട്ടില്ല. ഞങ്ങൾ സമരത്തിൽ തന്നെയാണ്, സമരത്തിൽ തുടർന്ന് പോവുകയാണ്. തങ്ങൾക്ക് CITU നേതാക്കളുടെ ഭീഷണി ഉണ്ടെന്ന് കടയുടമ പ്രകാശനും പറഞ്ഞിരുന്നു. കോടതി ഉത്തരവുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായാലും പിന്നെയും കടയുടെ മുമ്പിൽ വന്നിട്ട് ഇവർ ഇതേപോലെ ഇരുന്ന് മറ്റു വാഹനങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അവർക്ക് പേടി, ഭയം. അതായത് ഇവിടെ വന്നിട്ട് ഇനി സിമെൻറ്റ് കയറ്റി പോകുമ്പോൾ ഇവർ തടയുകയല്ല, ഇവർ നോട്ടപ്പുള്ളി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കിനി കുളപ്പുള്ളി അവിടെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ബുദ്ധിമുട്ട്. സ്ഥാപനമുടമ പ്രകാശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുളപ്പുള്ളി മേഖലയിൽ കടകൾ അടച്ച് പ്രതിഷേധിച്ചത്. നിങ്ങളുടെ തൊഴിലാളികൾ വെച്ചുകൊണ്ട് കയറ്റിറക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ഒരു വിഭാഗം തൊഴിലാളി സംഘടനകൾ ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ആ ഭീഷണിയുടെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് അവർക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ആ സംഘടിത പ്രസ്ഥാനത്തിന്റെ സംഘടിതമായ ബാർഗൈനിങ് പവർ. അതേസമയം യന്ത്രസാമഗ്രി കൊണ്ട് കയറ്റിറക്ക് ജോലി നടത്തുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്നും ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്ന ജോലി അംഗീകൃത ചുമട്ടുതൊഴിലാളികൾക്ക് നൽകണമെന്നുമാണ് CITU നിലപാട്. കരാർ ലംഘനം നടത്തിയത് ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ഇന്നലെ വരെ എടുത്തു വന്നിരുന്ന തൊഴില് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മറ്റുള്ളവരുടെ തൊഴില് ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഈ സമരം. അല്ലാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല അവിടെ നടക്കുന്നത്. ഹൈക്കോടതി ഉത്തരവുണ്ടെന്നും തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നുമാണ് സ്ഥാപന ഉടമ പ്രകാശിന്റെ ആവശ്യം. തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമുണ്ടാകാതെ, സ്ഥാപനമുടമയ്ക്ക് ധനനഷ്ടമുണ്ടാകാതെ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് തൊഴിൽ വകുപ്പ് ഇടപെടുക തന്നെ വേണം. രാജീവ് സുധേനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ റിപ്പോർട്ടിലേക്കാണ്. മലപ്പുറം ഐക്കരപ്പടിയിൽ വൻ കഞ്ചാവ് വേട്ട. 50 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. പെങ്ങോട് ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവ് ഉണ്ടായിരുന്നത്. 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എങ്ങനെയാണ് അവിടേക്ക് ഈ സംഘം, പോലീസ് എക്സൈസ് സംഘം എത്തിയത്? അതിന്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അല്പസമയം മുന്നെയാണ് ഈ കഞ്ചാവ് വേട്ട ഉണ്ടായിരിക്കുന്നത്. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഐക്കരപ്പടിക്കടുത്ത് പേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് 50 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആളൊഴിഞ്ഞ വാടകയ്ക്ക് നൽകിയ ഒരു വീട്ടിലാണ്
കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 50 കിലോ കഞ്ചാവ് വ്യത്യസ്ത പാക്കറ്റുകളിലാക്കി മാറ്റി സൂക്ഷിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 3 പേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. ഈ വീട് വാടകയ്ക്ക് നൽകിയതാണ്. അങ്ങനെ വാടകയ്ക്ക് എടുത്ത ആളുകളാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് സൂക്ഷിച്ചത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും എവിടെ നിന്നാണ് ഈ കഞ്ചാവ് കൊണ്ടുവന്നത്, ആർക്കൊക്കെയാണ് ഇവർ വിതരണം ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ പാക്കറ്റുകളൊക്കെ തിരിച്ചത് കൊണ്ട് തന്നെ ഇത് കച്ചവടത്തിനായി സൂക്ഷിച്ചതാണ് അല്ലെങ്കിൽ മൊത്ത വിതരണക്കാരാണ് ഇവർ എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായ കഞ്ചാവ് കടത്തുകാരിൽ നിന്നും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഈ പ്രതികൾ വലയിലായത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. പ്രതികളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. അറസ്റ്റ് കഴിഞ്ഞാൽ പേരടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സമീപകാലത്ത് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു കഞ്ചാവ് വേട്ടയാണ് നിലവിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകുന്നത്. സമീർ, ഈ മേഖലയിൽ വ്യാപകമായി ഇത്തരം കഞ്ചാവ് വിൽപ്പനയും ഒക്കെ ഉള്ളതാണോ? ഇത് ആളുകളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ ഈ ആവശ്യക്കാർക്ക് നൽകാനും ഒക്കെ ആയിരിക്കുമല്ലോ ഇതൊരു ഗോഡൌൺ പോലെ അവിടെ സൂക്ഷിച്ചത്. അത്തരം ഈ ലഹരി സംഘങ്ങളുടെ വലിയ ഭീഷണിയുള്ള അല്ലെങ്കിൽ അത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണോ ഇത്? വിജയകുമാർ, കൊണ്ടോട്ടി മേഖലയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഈ ലഹരി കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഐക്കരപ്പടി മേഖലയിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ലഹരി കച്ചവടമോ ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാട് നടക്കുന്ന ഒരു കേന്ദ്രമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുകൂടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു മറവ് കൂടി കണക്കിലെടുത്തായിരിക്കണം ഈ പ്രതികൾ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ഈ കഞ്ചാവ് സൂക്ഷിച്ചത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കൊണ്ടോട്ടിയിലൊക്കെ തന്നെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന് പരിസരത്തൊക്കെ തന്നെ നേരത്തെ വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടന്നിരുന്നു എന്നുള്ള വിവരമൊക്കെ തന്നെ പോലീസിന് ലഭ്യമായിരുന്നു. ഇവിടെ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഈ ഐക്കരപ്പടിയിൽ അത്ര വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് വേട്ട സമീപകാലത്ത് തന്നെ ആദ്യമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസ് അതീവ രഹസ്യമായിട്ടുള്ള നീക്കത്തിനൊടുവിലാണ് ഈ ഒരു കഞ്ചാവ് വേട്ട നടത്തിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വീട്ടിലുണ്ടായിരുന്ന 3 പേരെയും പോലീസിന് അതുപോലെ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ പാക്കറ്റുകളൊക്കെ തിരിച്ച് വ്യത്യസ്ത ഭാരം അല്ലെങ്കിൽ തൂക്കിയിട്ടുള്ള വ്യത്യസ്ത പാക്കറ്റുകളൊക്കെ തിരിച്ചുള്ള കഞ്ചാവാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുമെന്നുള്ളതാണ് കൊണ്ടോട്ടി ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കഞ്ചാവ് ഈ പ്രതികൾ കൊണ്ടുവന്നിട്ടുള്ളത്, മാത്രമല്ല എത്ര വർഷത്തോളമായി ഇവർ കഞ്ചാവ് നടത്തുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് പ്രതികൾ നേരത്തെയും പല കേസുകളിൽ പ്രതിയായവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായത് എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം എന്നുള്ളതാണ്. ഏതായാലും പോലീസിന് വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു, വിശദമായ മൊഴിയെടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിച്ചിട്ടുള്ളത്, ആർക്കൊക്കെ വേണ്ടിയാണ് കഞ്ചാവ് കടത്തിയതെന്നുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും വലിയ ഒരു കഞ്ചാവ് വിതരണ കണ്ണികൾ തന്നെയാണ് ഇവർ എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. സമീപകാലത്ത് ഈ ലഹരിയുമായി ഇടപാടുമായി ബന്ധപ്പെട്ട ഈ അക്രമങ്ങളും എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ എക്സൈസും പോലീസും ഒക്കെ വലിയ തരത്തിലുള്ള പരിശോധനയും അന്വേഷണവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇപ്പോൾ വലിയൊരു കഞ്ചാവ് വേട്ട കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഐക്കരപ്പടി പേങ്ങോട് ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. മലപ്പുറം ഐക്കരപ്പടിയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. 50 കിലോ കഞ്ചാവാണ് അവിടെ ഒരാളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് എത്തിച്ചത്, ആരൊക്കെയാണ് ഇത് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്, ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത് തുടങ്ങിയ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം വൈപ്പിനിൽ പോലീസ് ജീപ്പ് ലോറിയുമായി ഇടിച്ചു. നിയന്ത്രണം വിട്ട ജീപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന 3 സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് വിവരം. എറണാകുളം ഞാറക്കൽ പോലീസിന്റെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ. നിതിൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ പരിക്കേറ്റ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് 3 സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ചു എന്ന് പറയുന്നു. അവരുടെ ആരോഗ്യനില എങ്ങനെ, ഏത് ആശുപത്രിയിലാണ്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജുമാർ, വൈകിട്ട് 5:30 അപകടമുണ്ടായത്. വൈപ്പിൻ ചെറിയ പള്ളിക്ക് സമീപമാണ്, ചെറിയ പള്ളി ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഈ അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന 3 യാത്രക്കാർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ യാത്രക്കാരെ നാട്ടുകാരാണ് പോലീസ് ജീപ്പിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3 പേർ സ്ത്രീകളാണ്. സ്ത്രീകളുടെ പരിക്ക് ഗുരുതരമല്ല. എന്തായാലും ഞാറക്കൽ പോലീസിന്റെ വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. പോലീസ് ജീപ്പിന്റെ ടയർ പൊട്ടിയതാണ് ഈ അപകട കാരണം. ടയർ പൊട്ടിയ പോലീസ് ജീപ്പ് നേരെ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വൈപ്പിൻ ചെറിയ പള്ളി ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി വരുന്ന വിവരം. ബസ് സ്റ്റോപ്പിൽ നിന്ന് 3 സ്ത്രീകളെ
ഈ ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ചു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നൊരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. അവർ പറവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോഴെന്നാണ് പറയുന്നത്. നാട്ടുകാരാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ലോറിയിൽ കൊണ്ടുവന്ന ഇരുമ്പ് വസ്തുക്കൾ റോഡിലേക്ക് വീണ് ഒരു അപകടമുണ്ടായി എന്ന വിവരം കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട്. കോട്ടയത്ത് മുട്ടുചിറയിലാണ് ഈ അപകടമുണ്ടായത്. എതിർദിശയിൽ വന്ന ഒരു കാറിൻ്റെയും ബൈക്കിൻ്റെയും മുകളിലേക്ക് ഈ ഇരുമ്പ് വീഴുകയായിരുന്നു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗതാഗതം ആ മേഖലയിൽ തടസ്സപ്പെട്ടു എന്ന് കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് ലോറിയിൽ കൊണ്ടുവന്ന ഇരുമ്പ് വസ്തുക്കൾ റോഡിലേക്ക് വീണാണ് അപകടമുണ്ടായത്. മുട്ടുചിറയിലായിരുന്നു ഈ അപകടം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എതിർ ദിശയിൽ വന്ന ഒരു കാറിൻ്റെയും ബൈക്കിൻ്റെയും മുകളിലേക്ക് ഇരുമ്പ് വീണു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോട്ടയം എറണാകുളം റൂട്ടിൽ മുട്ടുചിറ എന്ന സ്ഥലത്താണ് ഇന്ന് വൈകുന്നേരം ഈ അപകടമുണ്ടായത്. അവിടെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. മെറ്റാലിക് പാലറ്റ് കയറ്റി വന്ന ലോറിയാണ് അവിടെ അപകടത്തിൽപ്പെട്ടത്. ഒരു സ്കൂട്ടറിൻ്റെയും കാറിൻ്റെയും ഒക്കെ മുകളിലേക്കാണ് ഈ ഇരുമ്പ് വീണത്. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ.